നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. മുട്ടക്കോഴി വിതരണ പദ്ധതിയുടെ ഭാഗമായി അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ കോഴിക്കുഞ്ഞ് വിതരണം ആരംഭിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പ്രൊഫസർ CG തോമസ് മെമ്മോറിയൽ ക്വിസ് മത്സരം നടത്തി. ഡോക്ടർ മാത്യു ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ലീഗൽ മെട്രോളജി ലൈസൻസീസ് ആൻഡ് ടെക്നീഷ്യൻ സഹകരണ സംഘത്തിന് ലഭിച്ച ISO സർട്ടിഫിക്കറ്റിന്റെ പ്രകാശനം സെപ്റ്റംബർ 24 നടക്കും. മന്ത്രി PJ ജോസഫ് പ്രകാശനം നിർവഹിക്കും. കേരള പ്രൈവറ്റ് കോളേജ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഫെഡറേഷൻ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. 42 വർഷത്തെ ദിനപത്രങ്ങൾ ശേഖരിച്ച് ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ ശ്രദ്ധേയനാവുന്നു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മുട്ടുകോഴി പദ്ധതിയുടെ ഭാഗമായുള്ള കോഴിക്കുഞ്ഞു വിതരണം അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ എഗ് നഴ്സറിയിൽ നിന്നുമാണ് നേരത്തെ അപേക്ഷിച്ചവർക്ക് 60 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ ഒന്നിന് 70 രൂപ പ്രകാരം വിതരണം ചെയ്യുന്നത്. PA വേലുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ശശി കടപ്ലായ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. അറക്കുളം വെറ്റിനറി സർജൻ ഡോക്ടർ ബിജുരാജ്, ശ്രീകല ഗോപി, PA വേലുക്കുട്ടൻ, ടോമി കുന്നൽ, ടോമി വാളികുളം, എലിസമ്മ തോമസ്, ഓമന ജോൺസൺ, ബിന്ദു അനിൽകുമാർ, ഫാം ഉടമ PC ബിജിമോൾ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമശ്രീ RKVY എന്ന് പറയുന്ന പ്രോജക്റ്റിനകത്ത് 2010-2011 ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ചിരുന്ന മൃഗസംരക്ഷണ വകുപ്പിലെ ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ചിരുന്ന ഗ്രാമശ്രീ എഗ്ഗർ നഴ്സറി ഏറ്റവും കൂടുതൽ എഗ്ഗർ നഴ്സറി, അതായത് 3 എഗ്ഗർ നഴ്സറി നമ്മുടെ അറക്കുളം പഞ്ചായത്തിലാണ് അനുവദിച്ചിരുന്നത്. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിൽ സീറോ എമിഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് KSS ഡയറക്ടർ ഫാദർ പോൾ ചൂരത്തൊട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, ഇലക്ട്രോണിക് വേസ്റ്റുകൾ എന്നിവ റീസൈക്ലിംഗ് വഴി സംസ്കരിക്കുന്ന പദ്ധതിയാണ് സീറോ എമിഷൻ പദ്ധതി. പദ്ധതിയെ സംബന്ധിച്ച ബോധവൽക്കരണം നൽകുന്നതിന് സെപ്റ്റംബർ 22-ന് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ മെഗാ പ്രോഗ്രാം നടത്തും. വാർത്താ സമ്മേളനത്തിൽ KSS പ്രസിഡന്റ് ഫാദർ ജോസ് മോണിപ്പള്ളി, KSS ക്രെഡിറ്റ് യൂണിയൻ പ്രസിഡന്റ് മാത്യു ചെമ്പ്ളാക്കൽ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് R രമേശ്, പ്രോജക്ട് കോർഡിനേറ്റർ ഷിനു കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് KSS ഈ പത്രസമ്മേളനത്തിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അച്ഛൻ മോനിപ്പള്ളി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ പദ്ധതിയുമായി കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റി മുൻപോട്ട് ഇറങ്ങുന്നതിന്റെ ഭാഗം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രൊഫസർ CG തോമസ് മെമ്മോറിയൽ ക്വിസ് മത്സരത്തിൽ പാലാ സെന്റ് തോമസ് കോളേജ് ജേതാക്കളായി. ഡോക്ടർ മാത്യു ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ പ്രിൻസിപ്പൽ അപ്രേം മണിപ്പുഴ വിജയികൾക്കുള്ള സമ്മാനദാനം വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോസഫ്, ഇംഗ്ലീഷ് വകുപ്പ് മേധാവി പ്രൊഫസർ PH ജോൺ, ഡോക്ടർ ബിജിമോൾ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ വിൻസെന്റ് ഏറത്ത നേതൃത്വം നൽകി. This is a round on words, on vocabulary, and your mastery of vocabulary will be tested here, and I wish you all the 4 teams. I begin with team A. It's Francis who wrote, "Writing maketh an." അറക്കുളം 14-ാം വാർഡിലെ വാട്ടർ ഷെഡ് പദ്ധതി പ്രകാരമുള്ള സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിലെ ജോലികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് നിർവഹിച്ചു. ടോമി കുന്നൽ, ടോമി വാളികുളം, ശശി കടപ്ലായ്ക്കൽ, ശ്രീകല ഗോപി, എലിസമ്മ തോമസ്, ബിജു അനിൽകുമാർ, ഓമന ജോൺസൺ, PA വേലുക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. ആഗ്രഹമായിരുന്ന നീർത്തട പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് APL BPL വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പറമ്പുകളിൽ നീർത്തട പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ടുള്ള പണികൾ ഇന്ന് സമാരംഭിച്ചിരിക്കുകയാണ്. ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സഫലീകരിച്ചിരിക്കുന്ന ഈ നിമിഷം തൊഴിലില്ലാത്ത ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നു എന്ന് മാത്രമല്ല തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ മാധ്യമം വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി. തൊടുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സജി മാർക്കോസ് ഉദ്ഘാടനം ചെയ്തു.
സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് മുടത്തുവാളയിൽ അധ്യക്ഷത വഹിച്ചു. മാധ്യമം ഏരിയ കോർഡിനേറ്റർ LK റഹീം, ജില്ലാ ഫീൽഡ് ഓഫീസർ PA ഹനീഫ, സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് C ജയകൃഷ്ണൻ, വാർഡ് കൌൺസിലർ ജോസ് മടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസലിഡ് സ്വാഗതവും ആന്റണി കണ്ട്രിക്കൽ നന്ദിയും പറഞ്ഞു. ചാഴികാട്ട് ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ ജോസ് ചാഴികാട്ടാണ് പത്രം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ മലയാളത്തിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമാ താരത്തിന്റെ പേര് പറയാമോ? പിന്നെ ഓക്കെ, ഒരു പല താരങ്ങൾ നിങ്ങൾക്കറിയാം. ഓക്കെ, ശരി. പിന്നെ വേറൊരു കാര്യം, ഇഷ്ടപ്പെടുകയും മമ്മൂട്ടി അഭിനയിച്ചൊരു സിനിമയുടെ പേര് പറയാമോ? താപ്പാന. പിന്നെ ഇവിടെ സൈഡൊന്നും പറയുന്നില്ലാലും പാലങ്ക്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയാം. കാരണം നിങ്ങളുടെ യൂണിഫോം കണ്ടാൽ തന്നെ അറിയാം. നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കികളാണ്. നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം. നല്ല വളരെ ഡിസിപ്ലിനായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് സിനിമാ താരങ്ങളുടെ പേരറിയാം, സിനിമാ താരങ്ങൾ അഭിനയിച്ച മാനേജ്മെന്റ് മികവിന് ലഭിക്കുന്ന അന്തർദേശീയ അംഗീകാരമായ ISO 9001/2008 സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സഹകരണ സംഘമായി ദി കേരള സ്റ്റേറ്റ് ലീഗൽ മെട്രോളജി ലൈസൻസീസ് ആൻഡ് ടെക്നീഷ്യൻ സഹകരണ സംഘത്തിന് ലഭിച്ച സർട്ടിഫിക്കറ്റിന്റെ പ്രകാശനം സെപ്റ്റംബർ 24 മന്ത്രി PJ ജോസഫ് നിർവഹിക്കുമെന്ന് സംഘം പ്രസിഡന്റ് തോമസ് ജയാജി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 4 സിവിൽ സ്റ്റേഷൻ എതിർവശം മാരിയൽ ടവറിലുള്ള ഓഫീസിൽ ചേരുന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷത വഹിക്കും. സൗരോർജ്ജ പദ്ധതികളുടെ ഉദ്ഘാടനം കൺസ്യൂമർ ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോയി തോമസും, വയോനിക്ഷേപ പദ്ധതി ഉദ്ഘാടനം സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ റോയ്ക്കി പൗലോസും, വ്യവസായ സംരംഭകർക്ക് ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിയൽ കൃഷ്ണൻ നായരും, സ്ട്രോങ് റൂം ഉദ്ഘാടനം ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ CC തോമസും നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് ശ്രീ തോമസ് ജയാജി, ബോർഡ് മെമ്പർ ശ്രീ ബാബു, ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീ കുര്യാക്കോസ്, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് സണ്ണി എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ഈ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അളവ് തൂക്ക ഉപകരണങ്ങളുടെ മുദ്രവെപ്പ് ഇന്ത്യയിൽ മൊത്തം സ്വകാര്യവൽക്കരിക്കുകയാണ്. അതിൻ്റെ നടപടികളായിട്ടുണ്ട്. അപ്പോൾ അത് കേരളം മുഴുവനും ഏറ്റെടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംസ്ഥാന മുഴുവൻ പ്രവർത്തന പരിധിയുള്ള ദി കേരള സ്റ്റേറ്റ് ലീഗൽ മെട്രോളജി ലൈസൻസീസ് ആൻഡ് എംപ്ലോയീസ് ടെക്നീഷ്യൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ഈ സൊസൈറ്റി. ഈ ലീഗൽ മെട്രോളജിയുടെ ആ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് അത് ഏറ്റെടുക്കണമെങ്കിൽ, അത് നടപ്പാക്കണമെങ്കിൽ കേരളത്തിലുള്ള 64 താലൂക്കുകളിലും ലാബറട്ടറിയോട് കൂടിയ ഓഫീസ് സ്ഥാപിക്കേണ്ടതുണ്ട്. അത്രയും ബൃഹത്തായ ഒരു പദ്ധതി. തൊടുപുഴ മുനിസിപ്പാലിറ്റി മുതലക്കോടം 14 വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഖദീജ അസീസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി VV മത്തായി, PP ജോയ്, R ഹരി, സജീവൻ, ജോസഫ് അഗസ്റ്റിൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മുനിസിപ്പൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MS ദിലീപിന് മുമ്പാക്കിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം നേതൃത്വത്തിൽ സെപ്റ്റംബർ 28 ഇടുക്കി ജില്ലയിലെ 52 കേന്ദ്രങ്ങളിൽ കൃഷിക്കാർ സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കുമെന്ന് കേരള കർഷക സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MM മണി, ജില്ലാ സെക്രട്ടറി NV ബേബി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PP ചന്ദ്രൻ, M പത്മനാഭൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള കർഷക സംഘം 28-ാം തീയതി കേരളത്തിലുടനീളം ഒരു വലിയ പ്രക്ഷോഭണം നടത്തുകയാണ്. സംസ്ഥാനത്ത് അതിൻ്റെ ഭാഗമായി 3 പ്രചരണ ജാഥകൾ പര്യടനം നടത്തി. ഇന്നായിരിക്കും അത് സമാപിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ മറയൂരിൽ നിന്നാണ് ഉദ്ഘാടനം ചെയ്ത പ്രചരണ ജാഥയെല്ലാം പര്യടനം നടത്തി. 28-ാം തീയതി വില്ലേജ് ഓഫീസുകൾ, നിശ്ചയിക്കപ്പെട്ട വില്ലേജ് ഓഫീസുകൾ ഉപരോധിക്കുക എന്ന സമര പരിപാടിയാണ് നടക്കുന്നത്. രാവിലെ 9 മണിക്ക് തുടങ്ങി ഉപരോധ സമരം നടത്തണം എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 53 കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത്. ഇതിൽ പ്രധാനമായി ഉന്നയിക്കുന്നത് ഏതാണ്ട് 22 ആവശ്യങ്ങളാണ്.
അതിലൊന്ന് കേരള പ്രൈവറ്റ് കോളേജ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഫെഡറേഷൻ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ജോസ് മാത്യുവാണ് ജാഥ ക്യാപ്റ്റൻ. ഇമ്മാനുവൽ തോമസ് അധ്യക്ഷത വഹിച്ചു. കെ വിജയപ്പൻ, ഇമ്മാനുവൽ പാലക്കുഴി, കെ മാത്യു, PR ബിജു, MH സൈനുദ്ദീൻ, VJ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സുദീർഘമായ 56 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് KPCMS. നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചു പോകുന്ന യാതനകളും കഷ്ടപ്പാടുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ പ്രസ്ഥാനം ഇന്ന് കോളേജുകളിലെ അനധ്യാപകരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതാണ്. നമ്മൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളോടും സമുദായ വർഗ ലിംഗഭേദമന്യേ നമ്മുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്. ഇന്നും ഇപ്പോഴും അടിമകൾ. തൊടുപുഴ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ട്രാക്ക് നേതൃത്വത്തിൽ ശുചിത്വ സ്വാശ്രയ പദ്ധതിയുടെ ഉദ്ഘാടനം ഒക്ടോബർ 2-ന് തൊടുപുഴ ആനക്കുടി ജംഗ്ഷനിൽ മന്ത്രി PJ ജോസഫ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റം ഉദ്ഘാടനം അഡ്വക്കേറ്റ് PT തോമസ് MP നിർവഹിക്കും. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് MC മാത്യു, ജനറൽ സെക്രട്ടറി മാത്യു മടത്തിക്കണ്ടം, ജോയിന്റ് സെക്രട്ടറി N ശിവരാമൻ, വൈസ് പ്രസിഡന്റ് ജെയിംസ് ടി മാളിയേക്കൽ, ജോയിന്റ് സെക്രട്ടറി സെബാസ്റ്റ്യൻ ജേക്കബ്, ജോയിന്റ് സെക്രട്ടറിമാരായ സണ്ണി തെക്കിക്കര, സൈറ്റ് സ്റ്റീഫൻ എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ ടൗണിൽ കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിച്ചു വരുന്ന 65 റെസിഡൻസ് അസോസിയേഷനുകളുടെ ഒരു കൂട്ടായ്മയാണ് ട്രാക്ക്. അടുത്ത ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായ പ്രവർത്തന പദ്ധതി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഇപ്പോൾ ഈ യോഗം. ഈ മാലിന്യ സംസ്കരണ വിഷയം സംസ്ഥാനത്ത് എല്ലായിടത്തും രൂക്ഷമാണ്. പക്ഷേ ഇത് ജനങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായി പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ഒരു അനുഭവം. ഞങ്ങളുടെ ഇവിടെ പെരുമ്പള്ളിച്ചിറ അൽ-അസർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ പച്ചക്കറി കൃഷിയിൽ പുത്തനാശയവുമായി രംഗത്ത്. പഞ്ചായത്തുകൾ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവെട്ടി പഞ്ചായത്തിലെ മാർത്തോമ റെസിഡൻസ് അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ടാണ് സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. റിട്ടയർഡ് കൃഷി ഓഫീസർ N ശിവരാമൻ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി മാർത്തോമിലുള്ള സ്ഥലം പച്ചക്കറി കൃഷിക്കായി വിട്ടു നൽകി. ഇടവെട്ടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിലെ ഒട്ടനവധി ആളുകൾക്ക് പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ആണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് തന്നെ നമുക്കറിയാം തൊടുപുഴ താലൂക്കിൽ തന്നെ വളരെ പ്രശസ്തമായ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളുമായിട്ട് വളരെയധികം ജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വൈവിധ്യമാർന്ന വാർത്തകൾ നിറഞ്ഞ പത്രശേഖരവുമായി വൈദികൻ ശ്രദ്ധേയനാകുന്നു. അറക്കുളം സെന്റ് മേരീസ് പുത്തമ്പള്ളിയിലെ വികാരി റവറന്റ് ഫാദർ ജോസഫ് കൊച്ചുപറമ്പിലാണ് കഴിഞ്ഞ 42 വർഷക്കാലമായി ദിനപത്രങ്ങൾ ശേഖരിച്ച് ശ്രദ്ധേയനാകുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത വാർത്താശേഖരണത്തിൽ കൂടി അറിവിന്റെ നൂതന ലോകത്തേക്കാണ് ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ കടന്നു ചെന്നത്. ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് മുൻപിൽ പത്രത്താളുകൾക്ക് പ്രാധാന്യം കുറഞ്ഞു വന്നപ്പോഴും ജോസഫ് അച്ഛൻ പത്രശേഖരണം നിർത്തിയിട്ടില്ല. കടലാസ് വായനയ്ക്ക് പകരം ഈ വായനയും മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് മാധ്യമങ്ങളായ ടിവിയും ഇന്റർനെറ്റും ജനങ്ങളിൽ സ്വാധീനം ചെലുത്തി തുടങ്ങിയപ്പോൾ അച്ഛൻ ആ വഴിയെ അനേക ദൂരം താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇടവകയിലെ കാര്യങ്ങൾ പാലായിലെ അരമനയിലെത്തിക്കാൻ അച്ഛൻ സ്വീകരിച്ചിരിക്കുന്നത് ആധുനിക സംവിധാനമായ ഇമെയിൽ തന്നെയാണ്. അന്തിനാട് കൊച്ചുപറമ്പിൽ കുടുംബാംഗമായ ജോസഫ് അച്ഛൻ 1969 MA സോഷ്യോളജി ബിരുദം സമ്പാദിച്ച ശേഷം തിടനാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ വികാരിയായി സഭാസേവനം ആരംഭിച്ചു. കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ന്യൂക്കായ് ഷിൻകാൻ കരാട്ടെ സ്കൂളിന്റെ നേതൃത്വത്തിൽ കരാട്ടെ പരിശീലന ക്ലാസ് ആരംഭിച്ചു. തൊടുപുഴ പോലീസ് ഇൻസ്പെക്ടർ സജി മാർക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സാബു മാലിത്തുരത്തിൽ അധ്യക്ഷത വഹിച്ചു. KT ജോർജ് ആണ് ഇൻസ്ട്രക്ടർ.